ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഡീസലോ പെട്രോളോ? ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് തന്നെ GT ലൈനിൽ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാം. അതെല്ലാം ക്ലിയർ ആയിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, എല്ലാ വണ്ടി അങ്ങനെ തന്നെയാണ്. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. പിന്നെ മാനുവൽ അല്ല, മാനുവൽ ഫുൾ ഓപ്ഷൻ മാനുവൽ വണ്ടിയാണ്. ഈ വണ്ടിയെ പറ്റി പലർക്കും പല ധാരണകളുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ കണ്ണൂർ തങ്ങാൻ എൻ്റെ ഒരു ചേട്ടൻ വിളിച്ചിരുന്നു. അപ്പോൾ ഇതിനെ KUV എങ്ങനെ നമ്മളെ അനസ്കാൻ്റെ വീഡിയോ കണ്ടിട്ട്, കണ്ണൂർ ഓട്ടോ ബോട്ട് അനസ്കാൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചായിരുന്നു. അവിടെ ഒരു 8 KUV ഉണ്ടായിരുന്നു. അപ്പോൾ KUV എങ്ങനെ എടുത്താൽ നല്ല വണ്ടിയാണോ, ഓടിക്കാൻ പറ്റുമോ, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ, അങ്ങനെയൊക്കെ ചോദിച്ച് പുള്ളി അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്കും കൂടെ അറിവിലേക്ക് പറയുകയാണ്, ഇതിനെപ്പറ്റി അറിയാത്തവർക്ക്. അടിപൊളി ഒരു എന്താ പറയുക, ഒരു മൈക്രോ SUV, അത്യാവശ്യം നല്ല ഹൈറ്റിലിരുന്നിട്ട് ഞാനിപ്പോൾ പേഴ്സണലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഇതും ഹോണ്ട അമേസോ ആണ്. ഓക്കെ, G4 മാനുവൽ 16 മോഡൽ ക്രിസ്റ്റ. ഷേപ്പൊക്കെ ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ഓട്ടം ഇത് 2,50,000 കിലോമീറ്റർ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഓട്ടോ വെഞ്ചർ ദ കാർ ക്ലബിലേക്ക് വന്നിരിക്കുകയാണ്. കോഴിക്കോട് കൊടുവള്ളി ഷോറൂമിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. കോഴിക്കോട് തന്നെ ഇവർക്ക് പാവങ്ങാടുണ്ട്, പിന്നെ വയനാട്, കൽപ്പറ്റ, കൈനാട്ടിലുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് ഷോറൂമുണ്ട്. അപ്പോൾ ഇത് സൗത്ത് കൊടുവള്ളിയാണ് ലൊക്കേഷൻ വരുന്നത്. വയനാട് റൂട്ടിൽ തന്നെ സൗത്ത് കൊടുവള്ളി, കോഴിക്കോട്. ഓക്കെ, കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ഫോണിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല വിലപ്പാകത്തിൽ വണ്ടികൾ കിട്ടുന്ന ഷോറൂമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ അങ്ങനെ ആയിരുന്നു, പക്ഷെ ലാസ്റ്റ് വയനാട് വീഡിയോയിൽ കുറച്ചൊന്നും കൂടിയിട്ടുണ്ട് പ്രൈസ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ അത് മാക്സിമം കുറച്ച് കൊടുക്കും. ഓക്കെ, പ്രേക്ഷകരെ കണ്ടിട്ട് വരുമ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്ത്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? എല്ലാ സെഗ്മെന്റും. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. സ്റ്റാർട്ടിംഗ് റേഞ്ച് ഏതൊക്കെ വണ്ടികളല്ലേ ഇപ്പോൾ? നമുക്കിപ്പോൾ ഒരു 10 lakh റേഞ്ച് മുതൽ ഒരു 3 ലക്ഷം രൂപേന്റെ 3 to 10 ലക്ഷം വരെ വണ്ടികളുണ്ട് അല്ലേ? ഓക്കെ, അതിലൊന്നും ഏറ്റവും കൂടിയത് തന്നെയാന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹൈവേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് സൗണ്ടിൻ്റെ കുറച്ച് എന്തൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? ആദ്യം നമുക്കിതാ ഈ ഒരു ഹൈറിയെല്ലാം തുടങ്ങാം. ഏറ്റവും കൂടിയ വണ്ടിയാണ് ഇവിടുത്തെ. KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് ഇവിടെ തന്നെ. ഏതാ മോഡൽ? ഇത് 2019 മോഡൽ XZ ആണ് ഓപ്ഷൻ വരുന്നത്. XZ അല്ല, 62,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഡീസൽ. 19 എനിക്ക് തോന്നുന്നു അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് ഇന്നലെ ഇറങ്ങിയ സമയത്തുള്ള ഫുൾ ഓപ്ഷൻ വാഹനമാണ് XZ. ഡീസൽ മാനുവൽ. ഓക്കെ, ഒരു 14 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടിയാണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. സിംഗിൾ ഓണർ ആണ് ഇപ്പോൾ നിലവിൽ. എത്ര കിലോമീറ്റർ പറഞ്ഞത്? 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വളരെ ലോ കിലോമീറ്റർ ആണ് കേട്ടോ. ആ ഒരു വർഷം സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ എത്രയിപ്പോ നിങ്ങളെ? ഇപ്പോൾ നമുക്ക് 9,90,000 രൂപയ്ക്ക് കൊടുക്കാം. 9,90,000 19 XZ ലോ കിലോമീറ്റർ ഡീസൽ മാനുവൽ ഹാരിയർ. ടയർ ഭാഗമൊക്കെ പുതിയതാണ്. 4 പുതിയ ടയറാണ്. കോണ്ടിനെന്റൽ ടയർ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും ഒന്നും നോക്കാനില്ല, ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല അല്ലേ? ഓക്കെ, അപ്പോൾ മാക്സിമം ലോൺ വരുമോ? മാക്സിമം ലോണും കയറും. പ്രൈസ് മാറ്റം ചെയ്ത് കൊടുക്കാലോ? ഫൈനലാണ് ഏകദേശം നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്നാലും എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കണം. അടുത്തത് ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. KL 11 രജിസ്ട്രേഷൻ വരുന്ന കിയ സെൽറ്റോസ്. ഏതാ മോഡൽ? ഇത് 2020 മോഡൽ GT ലൈനാണ് വരുന്നത്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 20 മോഡലില് സീറ്റ് വെന്റിലേഷൻ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, പിന്നെ വയർലെസ് ചാർജർ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു ഫീച്ചറിസ്റ്റിക് കോമ്പാക്ട് SUV ആണിത്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഡീസലോ പെട്രോളോ? ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് തന്നെ GT ലൈനിൽ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. അപ്പോൾ അത്യാവശ്യം മൈലേജ് ഇത്രയും ഫീച്ചറോട് കൂടി ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. മൈലേജ് ഒരു 17-19 റേഞ്ചൊക്കെ ഏകദേശം ലോങ്ങിലൊക്കെ പിടിച്ചാൽ കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ 89,000 കിലോമീറ്റർ ആണ് ഓടിയ നിലവിൽ. 20 അല്ലേ? ഇതുവരെയുള്ള സർവീസ് പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്നു. പക്കാ സർവീസ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർ ഉണ്ട്. ഓക്കെ, എത്ര ഇപ്പം നമ്മളെ നമ്മൾ ചോദിക്കുന്നത് 12,90,000 12,90,000 രൂപ അല്ലേ? ഓക്കെ, മാറ്റം ചെയ്ത് കൊടുക്കാലോ? ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്തു. ഓക്കെ, ലോൺ എത്ര കിട്ടും? ഒരു 11 നമുക്ക് ഒരു 90-95% വരെ ലോണും ചെയ്ത് കൊടുക്കാം. ആ റേഞ്ച് വരെ 9 വരെയൊക്കെ ലോണും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫീച്ചറിസ്റ്റിക് ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ മൈലേജിൽ കാല് കിഴക്കാതെ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നോക്കിയോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഇന്നോവ ക്രിസ്റ്റയാണ്. KL 11 ഇങ്ങോട്ട് നമ്പർ ആയതാ ഓക്കെ, ഏതാ മോഡൽ? 2016 മോഡൽ G4 16 G4 മാനുവൽ. ഓക്കെ, G4 മാനുവൽ 16 മോഡൽ ക്രിസ്റ്റ. ഷേപ്പൊക്കെ ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ഓട്ടം
ഇത് 2,50,000 കിലോമീറ്റർ ഓടി. 2.5 ലക്ഷം. സർവീസ് പക്കയാണോ? പ്രോപ്പർ ആയിട്ടുള്ളത് പ്രീ വണ്ടികളാകുമ്പോൾ അറിയാലോ, പറഞ്ഞാൽ തന്നെ ജെന്യൂനിറ്റി നമുക്ക് ഒരു 100% പറയാൻ പറ്റില്ല. എന്നാലും വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്, ഫിസിക്കലൊക്കെ ഓക്കെയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നിലവിലിപ്പം സെക്കൻഡ് ഓണർ ആണ് അങ്ങോട്ട് മാറിയത്. ഓക്കെ, നിങ്ങളും ഒന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടെ ചെക്ക് ചെയ്യണം. കാരണം ഏത് ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുത്താലും ഇവിടെ നിന്നല്ല ഇവിടെ നിന്നാലും ഞാൻ പല വീഡിയോയിലും പറയുന്നതാണ്. എങ്കിലും പലപ്പോഴും ആരും ചെക്ക് ചെയ്യാറില്ല. എന്നാലും നോക്കാം. ഓക്കെ, ഇവർ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടി എല്ലായിടത്തും നോക്കണം. പിന്നെ മേജർ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചില്ലല്ലോ? ഓക്കെ, അപ്പോൾ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നത് 11,90,000. 16 G4 2.5 ലക്ഷം ഓടിയ വണ്ടി. വില മാക്സിമം ആണ്, മാക്സിമം കുറച്ചിട്ടതാണ് 11,90. ഓക്കെ, അപ്പോൾ നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നോക്കാം അല്ലേ? എന്തായാലും ഓക്കെ, 11,90 കേരള നമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ മുകളിലൊന്നും ചെയ്യാനില്ല. വേറെ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു മാറ്റം എന്തായാലും നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഹ്യുണ്ടായ് വെന്യൂ ആണ് അടുത്തത്. KL11 വണ്ടിയല്ലേ, കോഴിക്കോട് വണ്ടി. ഫുൾ ഓപ്ഷൻ അത് ഇത് ടോപ്പല്ല SX പ്ലസ് 2019 മോഡൽ ഓട്ടോമാറ്റിക് DCT. ഓക്കെ, DCT ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ SX പ്ലസ് ആണ്. മാനുവൽ SX ഓപ്ഷനിലേക്ക് പോകും കേട്ടോ. 1 ലിറ്റർ ടർബോ വരെ. 1 ലിറ്റർ ടർബോ. ഓക്കെ, മൈലേജ് ഒരു 11-13 വരെയൊക്കെ മാക്സിമം കണ്ടാൽ മതി. 1 ലിറ്റർ ആയതുകൊണ്ട് ആ റേഞ്ച് കിട്ടുന്നത്. ക്ലെയിമോ മേജർ ആയിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഒക്കെ പക്കയാണോ? പ്രോപ്പർ ആയിട്ടുള്ളതാണ്. മെയിൻ ആയിട്ട് പറയേണ്ടത് കിലോമീറ്റർ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഒരു ലോ കിലോമീറ്റർ കോമ്പാക്ട് ടെസ്റ്റ് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അല്ല? ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഫുൾ ചെക്ക് ചെയ്താണ്. 19 മോഡലുണ്ട്. എത്രയായിപ്പോൾ നിങ്ങളുടെ? നമ്മൾ ചോദിക്കുന്നത് 7,90,000. 7,90 അല്ല? ഓക്കെ, 38,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വെന്യൂ. അതായത് സൺറൂഫ്, എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. മാക്സിമം ലോൺ കയറും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തതാ ഹ്യുണ്ടായ് i10 നിയോസ് ആണ്. KL56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡൽ ബ്രോ? ഇത് 2020 മോഡല് ടർബോ വരുന്ന വണ്ടി. ടർബോ. ഓക്കെ, സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. സ്പോർട്സ് ഇതിൽ രണ്ടും ഉണ്ട്, ടർബോ ഉണ്ട്, നോൺ ടർബോ ഉണ്ട്. അപ്പോൾ ടർബോ എന്ന് പറയുമ്പോൾ കുറച്ച് പവർ കിട്ടും, 1 ലിറ്റർ. പിന്നെ മൈലേജ് നോർമൽ തന്നെ ആയിരിക്കും. ടർബോയിലൊക്കെ വരുമ്പോൾ നോർമൽ മൈലേജ് തന്നെ ആയിരിക്കും. ഒരു 12-16 റേഞ്ച്, ആ റേഞ്ച് തന്നെ മൈലേജ് ഉണ്ടാവും. ഇത് ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇത് വേറെ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. അത് ശരി, 20 മോഡലിൽ 29,000 കിലോമീറ്റർ. ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. സർവീസ് ഒക്കെ പക്കാ? സർവീസും പ്രോപ്പർ ആയിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സ്പോർട്സ് ആണ്. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ. പുഷ് ബട്ടൺ ഒന്നും ഉണ്ടാവില്ല. അലോയ്സ്, ടച്ച് സ്ക്രീൻ, സ്റ്റീരിയോ, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഓട്ടോമാറ്റിക് AC, അങ്ങനെയുള്ള എല്ലാ ക്ലൈമറ്റ് AC കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ കോമ്പാക്ട് സെഗ്മെന്റിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. മാനുവൽ ഒരു 40,000-30,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ ചെയ്യാം. ഡൗൺ പേയ്മെന്റ് എത്ര ചോദ്യം? 4,95. 4,95,000 രൂപയ്ക്ക് 20 മോഡൽ ലോ കിലോമീറ്റർ, കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, സ്പോർട്സ് ഓപ്ഷൻ, ടർബോ വെച്ച് തരുന്ന വാഹനം. വില മാറ്റം കൊടുത്തൂടെ? അത്യാവശ്യം ഓക്കെ. അപ്പോൾ ഓരോരുത്തരും ഓരോ വണ്ടികളാണ് തപ്പിക്കൊടുക്കുന്നത് ശരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും വണ്ടി ക്വാളിറ്റി വേണ്ടിയാണ് ഈ പറഞ്ഞ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് ഉള്ളതാണ്. യൂസിലേക്ക് വരുമ്പോൾ ആ ഒരു മാർക്കറ്റ് വാല്യൂ, ആ ഒരു വ്യത്യാസം വരുന്നത് അതാണ്. ചിലപ്പോൾ ഈ ഓട്ടം കൂടിയ വണ്ടിയൊക്കെ ഇതിൻ്റെ ചിലപ്പോൾ ഒരു 70,000 കൂടിയ വണ്ടിയാകുമ്പോൾ നല്ലൊരു മാറ്റം വരും, നല്ല റേറ്റിൽ മാറ്റം വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും എടുത്തോ. ഒരു 4 ലക്ഷം 4,500,000 ലോൺ, 4.5 വരെ ലോൺ ചെയ്തു 4.5 വരെ കിട്ടും അല്ലേ? ഹലോ, അടുത്തത് 7 സീറ്റർ ആണ്. റിനോ ട്രൈബർ KL53 രജിസ്ട്രേഷൻ വാഹനം. നിങ്ങൾ ഒരുപാട് ട്രൈബർ വിറ്റിട്ടില്ല ഇപ്പോൾ? ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അധികം പോകുന്ന സെഗ്മെന്റ് ആണ് ട്രൈബർ എന്ന് പറയുന്നത്. അതായത് ഇവരുടെ പാവങ്ങളുടെ ഷോറൂമിൽ നിന്ന് ഇവിടുന്ന് പറ്റില്ല, നല്ല പോക്കുണ്ട്. ഇതേതാ മോഡല്? ഇത് 2022 മോഡലാണ്. 22 ഫുൾ ഓപ്ഷൻ. ഇത് ഫുൾ ഓപ്ഷൻ RX അല്ലേ? 22 ഫുൾ ഓപ്ഷൻ. ഒരു ചെറിയ സെഗ്മെന്റ് MPV. ഓക്കെ, ബാക്ക് റോ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45 22 മോഡല്. സിംഗിൾ ഓണർ ആണ്. ക്ലെയിം കാര്യമൊന്നുമില്ല. മേജർ ആയിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നും. ഈ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കാം. അതെല്ലാം ക്ലിയർ ആയിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, എല്ലാ വണ്ടി അങ്ങനെ തന്നെയാണ്. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. പിന്നെ മാനുവൽ മാനുവൽ ഫുൾ ഓപ്ഷൻ മാനുവൽ വണ്ടിയാണ്. മൈലേജ് ഒരു
13-16 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. എത്രയൊക്കെ പോലെ ഇപ്പോൾ ചോദ്യം? നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 5,35,000 രൂപ. 5,35 ഒരു 7 സീറ്റർ 22 മോഡൽ ഫുൾ ഓപ്ഷൻ ഡ്രൈവർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവൽ വണ്ടിയാണ്, 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഇതാ വീണ്ടും ഡ്രൈവർ വന്നു. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന ഡ്രൈവറാണ്. ഇത് മാനുവല, ഇത് ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയിലെത്തി. 2020 മോഡൽ, 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്, ഒരു വർഷം സംബന്ധിച്ച് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർ, ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണറിലൊക്കെ ഇപ്പം നിലവിൽ സെക്കൻഡ് ഓണറിലുള്ളത്. സെക്കൻഡ് ഓണറായിട്ട് അപ്പോൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്നില്ല കേട്ടോ, സോറി. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലെയിമും കാര്യമൊന്നും ഒന്നുമില്ല. ഓക്കെ, നേരത്തെ കണ്ടത് മാനുവലായിരുന്നു, ഇത് ഓട്ടോമാറ്റിക് തപ്പി കിടക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം. മൈലേജും വലിയ മാറ്റം ഉണ്ടാവില്ല, MT തന്നെ വരിക. അതുകൊണ്ട് തന്നെ ഒരു 12-15 ഒക്കെ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ എത്രയെങ്കിലും ചോദ്യം? ഇത് നമ്മൾ വില ഇട്ടിരിക്കുന്നത് 5 ലക്ഷം രൂപ. 5 ലക്ഷം. ഓക്കെ, 20 ഓട്ടോമാറ്റിക് ആണ് ഇത് വരുന്നത്. നേരത്തെ കണ്ടത് മാനുവലായിരുന്നു, അതിന് രണ്ടൊരു വ്യത്യാസമുണ്ട്, കൂടുതൽ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും എടുക്കാൻ നല്ലൊരു 7 സീറ്റർ വാഹനമാണ്. കുഴപ്പമില്ലാത്ത ടയർ ഭാഗം കാര്യമൊക്കെ ഉണ്ട്. ഒരു ക്ലെയിം ഇല്ല അല്ലേ? ഇല്ല, ഒരു ക്ലെയിം. ഒരു 4 വരെയൊക്കെ ലോണും കയറും. 4 lakh വരെ ലോണും ചെയ്യും. ഓക്കെ, പ്രൈസ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനോ? ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ പോകും. അടുത്തത് മഹീന്ദ്ര KUV 100 KL 13 രജിസ്ട്രേഷൻ വാഹനം. ഈ വണ്ടിയെ പറ്റി പലർക്കും പല ധാരണകളുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ കണ്ണൂർ തങ്ങാൻ എന്നൊരു ചേട്ടൻ വിളിച്ചിരുന്നു. അപ്പോൾ ഇതിനെ KUV എങ്ങനെ, നമ്മളെ അനസ്കാൻ്റെ വീഡിയോ കണ്ടിട്ട്, കണ്ണൂർ ഓട്ടോ ബോട്ട് അനസ്കാൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചായിരുന്നു. അവളൊരു 8 KUV ഉണ്ടായിരുന്നു. അപ്പോൾ KUV എങ്ങനെ എടുത്താൽ നല്ല വണ്ടിയാണോ, ഓടിക്കാൻ പറ്റുമോ, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ, അങ്ങനെയൊക്കെ ചോദിച്ച് പുള്ളി അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്കും കൂടെ അറിവിലേക്ക് പറയുകയാണ്, ഇതിനെപ്പറ്റി അറിവിടാത്തവർക്ക്. അടിപൊളി ഒരു എന്താ പറയുക, ഒരു മൈക്രോ SUV, അത്യാവശ്യം നല്ല ഹൈറ്റിലിരുന്നിട്ട്. ഞാനിപ്പോൾ പേഴ്സണലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഇതും ഹോണ്ട അമേസോ ആണ്. ഓക്കെ, ഹോണ്ട പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലിരുന്ന് ഓടിക്കാൻ പറ്റും. പിന്നെ നല്ല പവറാണ്. നമ്മൾ 3 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, എങ്കിൽ കൂടെ നല്ല പവറാണ് വണ്ടിക്ക്. കൊടുക്കുമ്പോൾ നല്ല കയറിപ്പോവും. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ ഒരു ഫീലാണ്, ഒരു ജീപ്പൊക്കെ ഓടിക്കുന്ന ഒരു ഫീലിൽ ഓടിച്ചുകൊണ്ടാൻ പറ്റിയ വണ്ടിയാണ്. അങ്ങനത്തെ ഒരു പ്ലഷർ, സാധാ സ്മൂത്ത് കാർ ഓടിക്കുന്ന മൂടുള്ളവർക്ക് പറ്റിയ വണ്ടിയല്ല ഇത്. കുറച്ച് റഫാണ്, റഫ് ഡ്രൈവിന് പറ്റിയ ഒരു വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരിക. ഇതേതാ മോഡൽ? ഏതാ ഇത്? 2016 മോഡലാണ്. 16 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏതാ ഓപ്ഷൻ? ഇത് K8, ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അലോയ്സ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ എല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ, ടയേഴ്സ് ഒക്കെ ആവറേജ് ഉള്ള 71,000 കിലോമീറ്റർ ആണ് ഓടിയത്. 71,000 കിലോമീറ്റർ. ഓക്കെ, ഇതിൻ്റെ മൈലേജ് ഞാൻ പലപ്പോഴായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ചവിട്ടി കത്തിച്ച് വിട്ടാൽ ഒരു 11-12 ചവിട്ടി കത്തിച്ച് വിട്ടാൽ. നമ്മൾ നോർമലി ഓടിച്ച് പോവുകയാണെങ്കിൽ, എക്കണോമി പിടിച്ച് പോവുകയാണെങ്കിൽ, അതിൽ മീറ്ററിലിങ്ങനെ കാണിക്കും എക്കണോമി, അതിലിങ്ങനെ പിടിച്ച് പോവുകയാണെങ്കിൽ ഒരു 16 വരെയൊക്കെ കിട്ടും. ബേസിക്കലി കിട്ടും. ഓക്കെ, കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദ്യം? 3,10,000. 3,10,000 അല്ലേ? ഓക്കെ, എന്തെങ്കിലും പൊട്ടിക്ക് മാറ്റം വരുത്തി കൊടുക്കാമോ? നോക്കിയിട്ട് കൊടുക്കാം. 16 മോഡൽ ഫുൾ ഓപ്ഷൻ K8, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ഓരോ ഓട്ടം ഒരു നോർമൽ ഓട്ടം തന്നെ. ഓക്കെ, പിന്നെ ലോണ് ഫുള്ള് കിട്ടുമോ? ഒരു 2.25 KUV വെറുതെ മോഡലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഈ വണ്ടി ഡൗട്ട് അടിച്ചിട്ട് എടുക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, അടുത്ത വണ്ടി മാരുതി സുസുക്കി സെലേറിയോ ആണ് അടുത്തത്. KL 11 കോഴിക്കോട് വണ്ടി. ഏതാ മോഡൽ? ഇത് 2014 മോഡൽ AMT ഓട്ടോമാറ്റിക് വണ്ടി വരുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു വാഹനം സെലേറിയോ തന്നെയാണ് ഈ ഒരു ടൈമിൽ. ഓക്കെ, ഓട്ടോ എത്രയായി? 45,000 കിലോമീറ്റർ ഓടിക്കുന്നു. 45,000 മോഡൽ ഏതാ പറഞ്ഞ? 14. ഓക്കെ, 45,000 കിലോമീറ്റർ ഓടി. VXI അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ടയേഴ്സ് കുഴപ്പമില്ല. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ടോ? ഇല്ല, മാനുവൽ അന്ന് വരുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി AMT 1 ലിറ്റർ AMT ആണ്. ഒരു 14-17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും, അങ്ങനത്തെ വണ്ടിയാണ്. അപ്പോൾ എത്രയിപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത്? 3,15,000. 3.15. 14 അല്ലേ?
14 മോഡൽ വണ്ടി 3,15,000 രൂപയ്ക്ക് VXI ഓട്ടോമാറ്റിക് സെലാറിയോ നിങ്ങൾക്ക് കൊണ്ടുപോകും. കിലോമീറ്റർ നമ്മൾ 45,000 ഓടിയിട്ടു. 40,000 ലോ കിലോമീറ്റർ ആണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഓട്ടോമാറ്റിക് വണ്ടി തപ്പി നടക്കുന്നവർക്ക് പറ്റിയ വണ്ടി. ലോ മെയിൻ്റനൻസ് കൊണ്ടു നടക്കാം, അത്യാവശ്യം മൈലേജ് കിട്ടുന്നത്. ലോൺ എത്ര കയറും? ലോണും ഒരു 2.5 ആ റേഞ്ചിലൊക്കെ ചെയ്തു. അടുത്തതാ ചെറിയ സെഗ്മെന്റ് ആണ് 800cc. 800 ആയിരം ഇത് 800cc 800 തന്നെയാണ്. ഓക്കെ, ഡാറ്റ്സൺ റെഡിഗോ KL57. ഇപ്പം ഇവരെ കുളിപ്പിച്ച് കൂട്ടപ്പനാക്കി വെച്ചേക്കാണ് അല്ലേ? ഏതാ മോഡൽ? ഇത് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ. 22, 23 രജിസ്ട്രേഷൻ. 21 മോഡൽ 22 രജിസ്ട്രേഷൻ. ഓക്കെ, ശരി, എന്തോ പറ്റിയിട്ടുണ്ട് വണ്ടിയുടെ സൗണ്ട്. ഓക്കെ, 21 മോഡൽ 22 രജിസ്ട്രേഷൻ റെഡിഗോ. ടി ആണ് ഓപ്ഷൻ. ടി ആണ് ഓപ്ഷൻ. ടി. ഓക്കെ, 2 ഡോർ പവർ വിൻഡോ തന്നെ വരുന്നുള്ളൂ. പിന്നെ ക്ലെയിമും കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. മേജറായിട്ടുള്ള ഒരു ക്ലെയിം കാര്യമൊന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ അപ്പം നിലവിൽ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 37,000 കിലോമീറ്റർ. 37,000. 800cc വണ്ടിയാണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ അത്യാവശ്യം ഒരു സ്റ്റൈലിഷ് ലുക്കുമാണ് കാണുമ്പോൾ. ഓക്കെ, പിന്നെ ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഡാറ്റ്സൻ്റെ വരിക നിസാനിലാണ്. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, എന്നാലും ഒരിക്കൽ കൂടി പറയാണ്. നിസാനിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, എത്രയപ്പോൾ ഫൈനൽ? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,90,000. മാറ്റം ചെയ്ത് കൊടുക്കാം അല്ല? 2,90,000. ലോണും നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. എത്ര കിട്ടും? ഒരു 2.25-2.5 വരെ ലോണും ചെയ്ത് കൊടുക്കാം. അപ്പോൾ വില എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമല്ലോ. ഓക്കെ, അടുത്തത് ഡാറ്റ്സൺ തന്നെ ഗോ വന്നു. 1200cc വാഹനമാണ്. ഏതാ മോഡല്? ഇത് 2014 മോഡൽ. സിംഗിൾ ഓണർ 45,000 കിലോമീറ്റർ. വിശ്വസിക്കാവോ? ജെന്യൂൻ കിലോമീറ്റർ. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ 45,000. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പോയി വേണമെങ്കിൽ സർവീസ് ഹിസ്റ്ററി നോക്കാം. പീരിയോഡിക് സർവീസ് എല്ലാം കറക്റ്റ് പോയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളെ സ്വിഫ്റ്റ് ടിയാഗോ ആ ഒരു റേഞ്ച് ഒക്കെ വരുന്ന വണ്ടിയാണ് 1.2. പക്ഷേ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ പകുതി വിലക്ക് കിട്ടും. അതാണ് ഡാറ്റ്സന്റെ മാർക്കറ്റ് വാല്യൂ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ക്ലെയിമുകളൊന്നുമില്ല. അതായത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഫ്രണ്ട് സീറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം വിശാലമായിട്ട് ഇരിക്കാൻ പറ്റിയ സീറ്റാണ് അല്ലേ? കോ ഡ്രൈവറുടെ കാര്യം അതേ പറഞ്ഞത്. ടയേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഈ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ മാറി നമുക്ക് നല്ല കിട്ടലാക്കി കൊടുക്കാൻ പറ്റുമോ? വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കർ കൊടുക്കാം. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ മാറണം. എത്രയിപ്പോ ചോദ്യം? 1,90,000. 1,90,000. 14. ഓക്കെ, 14 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ലോ കിലോമീറ്റർ ഡാറ്റ്സൺ ഗോ ആണ്. 1,90,000 നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകാം. നിങ്ങൾ 14 മോഡൽ സ്വിഫ്റ്റിൻ്റെ മാർക്കറ്റൊക്കെ ഒന്ന് നോക്കി നോക്കി എത്ര ഉണ്ട് അല്ലേ? ആ പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ്. അതേ പവറും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ ലോൺ കിട്ടും. ഇതിന് ലോണും ചെയ്യാം പറ്റും. എത്ര വരെ? ഒരു 1,15,000 വരെയൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 10-40,000 രൂപ ഇറക്കാം. 40,000 കാണണ്ട, എന്തൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ ആണ്. KL18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഏതാ മോഡൽ ബ്രോ? 2019 മോഡൽ. 19 മോഡൽ എക്സെഡ് പ്ലസ് ഓപ്ഷൻ വരുന്നത്. എക്സെഡ് പ്ലസ് ഉണ്ടോ? എക്സെഡ് പ്ലസ് ഉണ്ടല്ലേ? അലോയ്സ്, ടച്ച് സ്ക്രീൻ, സ്റ്റീരിയോ. അപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. 19 എക്സെഡ് ആണെന്ന് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഏറ്റവും ടോപ്പ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. പിന്നെ 14-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. 3 റേഞ്ചിലാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിമുകളൊന്നുമില്ല. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000 ഓടിയിട്ടുണ്ട്. 19. ഓക്കെ, സിംഗിൾ ഓണോ സെക്കൻഡ് ഓണോ? സിംഗിൾ ഓണർ. ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുന്ന വാഹനമാണ്. ഒരു ക്ലെയിമില്ല. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ടിയാഗോ ഫുൾ ഓപ്ഷൻ വണ്ടി. എത്രയാണ് ഇപ്പോൾ ചോദിക്കും? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,10,000. 4,10,000. എന്തൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാം? ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ. ഇപ്പോൾ പറഞ്ഞതിലുള്ള ചെറിയ ചെറിയ എന്തൊക്കെ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും അല്ലേ? പ്രതീക്ഷിക്കാം. അപ്പോൾ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇത് കോഴിക്കോട് സൗത്ത് കൊടുവള്ളിയാണ് ലൊക്കേഷൻ വരുന്നത്. അതായത് കോഴിക്കോട് വയനാട് റൂട്ടിൽ സൗത്ത് കൊടുവള്ളി ടൗൺ എത്തുന്നതിന് മുന്നേ വയനാട്ടിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്പറിൽ വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. കമൻസിൽ ഞാനിങ്ങനെ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെച്ചാൽ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, കാരണം വെച്ചാൽ ടൈം കിട്ടുന്നില്ല. കിട്ടുമ്പോഴൊക്കെ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ദയവായിട്ട് കമൻസിലേക്ക് പോകാം. ഞാൻ എന്തായാലും എല്ലാവർക്കും തരും, ലേറ്റ് ആയാലും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.